അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ഞാനിപ്പോൾ വാപ്പിയെടുത്ത് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 2 ദിവസത്തെ ബ്രൈഡൽ ക്ലാസ് ഉണ്ട്. സംഭവം ഞാൻ അതെന്താണെന്ന് വഴി അപ്ഡേറ്റ് ചെയ്യാം, എന്ത് ക്ലാസ് ആണെന്നൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. വന്നപ്പോൾ തന്നെ നല്ല പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഇത്തിരി സീനായിട്ടിരിക്കുക. എന്താ കാര്യമൊന്നും അറിയത്തില്ല. അല്ലെങ്കിലും അങ്ങനെ ആണെന്നല്ലോ, നമ്മൾ എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങാൻ നേരമായിരിക്കും ഇതൊക്കെ വന്ന് കയറുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. സംസാരിക്കാൻ കുഴപ്പമില്ല, സൗണ്ട് നാളെയൊക്കെ ആകുമ്പോഴേ ഒരു തീരുമാനമാകത്തുള്ളൂ. ഇന്നെനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാത്ത വേദനയേ ഉള്ളൂ. പക്ഷേ ഓക്കെ അല്ല. 2-3 ദിവസം ഞാനിവിടെ കാണും. അപ്പോൾ ഈ 2-3 ദിവസം ഇങ്ങനെ പനിയൊക്കെ പിടിച്ച് ആകെ ഇങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ടിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് എനിക്ക് ആ ഒരു ലൊക്കേഷൻ വരുന്നത്. എന്തായാലും ഇന്ന് പോയി നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ ഗൈസ്. കഷ്ണമില്ലാത്ത സാമ്പാറും അയ്യ ഓക്കെ അല്ല, പക്ഷെ നമ്മൾ പോകും. നമ്മൾ കുട്ടിയും കൊളുത്തും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ബാഗ് ഒന്ന് പിടി. എവിടെ വണ്ടി? രാവിലെ വണ്ടി ചെറിയ പണിയൊക്കെ തന്നെന്നാ ഞാൻ കേട്ടെ. ഞാൻ പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ഞാൻ പറയുന്ന കേൾക്കാവോ? ഭയങ്കര സൗണ്ട്. ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്, എന്നെ കാണാൻ കൊള്ളാം. കുറച്ച് കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എന്തിനാ വന്നതെന്നും ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പ്രോപ്പറായിട്ട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 days എയർ ബ്രഷ് മേക്കപ്പ് ക്ലാസ്സിന് വേണ്ടി വന്നിരിക്കുകയാണ് കൊച്ചിയിലോട്ട്. അപ്പോൾ ഞാനിപ്പം ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് 1 വർഷം തികഞ്ഞില്ല. ഇനി 2 മാസവും കൂടെ ഉണ്ട് 1 വർഷം ആകാനായിട്ട്. അതിന് മുന്നേ തന്നെ എയർ ബ്രഷും കൂടെ പഠിച്ച് സെറ്റാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമും കാര്യങ്ങളും എന്താ പറയുക, ഈ 2 ദിവസം എനിക്ക് വർക്കും ഇല്ല ക്ലാസ്സും ഇല്ല, എല്ലാം കൂടെ സമയത്തെല്ലാം ഒത്തു വന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് എയർ ബ്രഷ് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ബ്രൈഡൽ മേക്കപ്പിൻ്റെ ആ ഒരു ഇതിൽ ഇറങ്ങി. അപ്പോൾ ഈ എയർ ബ്രഷ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു മികച്ച സംഭവം തന്നെ ആയതുകൊണ്ട് അതെന്തായാലും പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് പോയാൽ മതി. അപ്പോൾ ഇതാ എൻ്റെ കൂടെ എൻ്റെ 2 പോരാളികൾ കൂടെയുണ്ട്, ഉമ്മ വാപ്പി. 2 പേരും എന്നെ കൊണ്ടാക്കും. ഞാൻ പഠിക്കാൻ പോകുന്നു, അവർ റൂമിൽ കാണും. നമ്മൾ ഏത് അക്കാഡമിയിലാണ് പഠിക്കാൻ പോകുന്നതെന്നും കാര്യങ്ങളൊക്കെ വഴി നിങ്ങൾക്ക് വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ഒരു മേക്കപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 വർഷമായി പഠിച്ചിറങ്ങിയെങ്കിലും ഇതിൽ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഓരോ പ്രോഡക്റ്റിൻ്റെ ആണെങ്കിലും മേക്കപ്പ് എന്ന് പറയുമ്പം മാറിക്കൊണ്ടേയിരിക്കും. പുതിയ ട്രെൻഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചതിൽ നിന്നും കുറേ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണും. അതുപോലെ തന്നെയാണ് എയർ ബ്രഷ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി എന്താ പറയുക, അത്രയും നീറ്റ് ആൻഡ് ആ ഒരു സംഭവമാണ് എയർ ബ്രഷ്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് പഠിക്കാനാട്ടോ പോകുന്നത്. നമ്മൾ വെറുതെ കറങ്ങാനല്ല ഇവിടെ വന്നത്, ഞാൻ പഠിക്കാൻ പോവാം. അല്ലാതെ ഉമ്മാടെ കൂട്ടി ചുമ്മാ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ എനിക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഗോവിന്ദ ഇന്ന് വെറുതെ തളർന്നൂത്തിയിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇത്ര ആക്റ്റീവാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഇതെന്തുവായത്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. ഇത് പഠിക്കാൻ കൊണ്ട് വിട്ടാലും ഞാൻ പഠിക്കുന്നത് 101% എനിക്ക് ഉറപ്പുണ്ട്, വേറെ എന്ത് പഠിച്ചില്ലേലും. അപ്പോൾ ഇവിടുത്തെ ഈ അക്കാഡമി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ഉമ്മ കേട്ടോ. എൻ്റെ ഈ 2 കോഴ്സും ഞാൻ എവിടെ പഠിക്കുന്നതെന്നൊക്കെ തീരുമാനിച്ചത് ഉമ്മയാ. ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എത്താറായില്ല, ഉടനെ എത്തുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ എൻ്റെ 2 ദിവസത്തെ എയർ ബ്രഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് വട്ടണം റഷീദ് മേക്കപ്പ് അക്കാഡമിയിലാണ്. ഇവിടെ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സും ബ്രൈഡൽ കോഴ്സും അങ്ങനെ കുറേ അധികം കോഴ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാനിവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ക്ലാസ്സിലോട്ട് കയറാൻ പോവാണ്. ഞാനിങ്ങനെ ഏത് പുതിയ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയാലും ഉമ്മച്ചിയെ കൂടെ കൂട്ടും. കാരണം എന്നെ കൊണ്ട് അവിടെ ഇരുത്തി ഞാൻ ഓക്കെ ആണെന്നറിയാതെ ഞാൻ പിന്നെ ഉമ്മയെ വിടത്തില്ല. LKG സ്റ്റുഡൻസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഞാൻ എന്തായാലും അവിടെ ഒരു സീറ്റ് ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. കാരണം എനിക്കിഷ്ടമുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു
കേട്ടോ. ഇതാണിപ്പോൾ പട്ടണം റഷീദ് സാറിൻ്റെയാണ് ഈ ഒരു അക്കാഡമി വരുന്നത്. ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെ മേക്കപ്പ് മാൻ ആണ്. ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ തിയറി ഒരു സെക്ഷൻ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എയർ ബ്രഷ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ചെയ്യുന്ന രീതി അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് ഇത്ര അധികം പഠിക്കാനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമുക്ക് ആ ഒരു ഗൺ എങ്ങനെ യൂസ് ആക്കാം, ഗണ്ണെന്ന് പറയുമ്പോൾ ആ ഒരു എയർ ബ്രഷ് ടൂളിനാട്ടോ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ യൂസ് ആക്കാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുന്നുള്ളതാട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇത് റിപ്പയർ ചെയ്യുക, അതായത് മൊത്തം ഇത് അഴിച്ച് കളഞ്ഞിട്ട് എങ്ങനെ റിപ്പയർ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ഒരു ടൂള് എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്കിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാനങ്ങനെ കുറച്ച് നേരം എനിക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു ടൂൾ കിട്ടിയപ്പോൾ ഞാൻ അതെങ്ങനെയൊക്കെയാണെന്ന് കുറേ നേരം ഇരുന്ന് പഠിച്ചു, ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി എനിക്ക് ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണോ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നത്. വാപ്പിയാണ് ചോറ് വെച്ചേ. വാപ്പി ചോറ് വെച്ചത് കൊണ്ട് ഉപ്പ് എക്സ്ട്രാ, എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം ഫുഡിന്, അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ്. എടാ മോളെ, ഇവിടെ വെച്ചതാണോ? ഏതരി? എനിക്ക് ഇവിടുത്തെ അറിയാം, നമ്മുടെ വീട്ടിലറിയാം. വെക്കുന്ന റൈസ് കുക്കറിൽ വരുന്നത് ഉപ്പില്ലാന്ന് പറഞ്ഞു നോക്കട്ടെ. ഉപ്പ് കുറവുണ്ട്. മീൻ പോയപ്പോൾ ഗൈസ്, ഇപ്പോഴും മറ്റേ 1ാം ക്ലാസ്സിൽ എന്നെ കൊണ്ട് ആക്കിയ ഫീലിലാണ് രണ്ടുപേരും. ഒരാൾ കാറി വെയിറ്റ് ചെയ്യുന്നു, ഒരാളിവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് ലഞ്ച് ബോക്സുമായിട്ട് വരുന്നു. എന്താ അല്ലേ, എന്നെ സമ്മതിക്കത്തില്ല. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ, അത് മാത്രം ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ ഇങ്ങനെ ചിറക് പോലെ കാണും. പക്ഷെ നല്ല ഫുഡായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. സാധാ ചോറ്, മീൻ പൊരിച്ചത്, തോരൻ, അത് ഉമ്മ കൊണ്ടുവന്ന്. ഈ ഒരു കില്ലാടി തന്നെ. ഇനി അപ്പോൾ എന്തുവാ, ഇനി വൈകിട്ട് ഇനി വെച്ച് വാപ്പിയും പോവാം. ഇനി വൈകിട്ട് വാപ്പി വിളിക്കാൻ വരും, എന്നിട്ട് ഞാൻ പോകും. ഇനി കുറച്ച് നേരം കൂടെ ഉണ്ട് ക്ലാസ്. വൈകിട്ട് വരുമ്പം സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഞാൻ വരാം. ഓക്കെ, ബൈ, ലവ് യു ഉമ്മ. അങ്ങനെ എന്തായാലും ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സെക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആണ്. അതായത് ആ ഒരു ഫൗണ്ടേഷൻ എങ്ങനെയാണ് അതിലോട്ട് ഇടുക, അതുപോലെ തന്നെ എങ്ങനെ ഇത് ഒരാളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആ ഒരു വൈറ്റ് ഷീറ്റിൽ ഇങ്ങനെ നല്ലപോലെ കാണിച്ചു തന്നു. പിന്നെ കുറേ കുത്തും ഗോമയും ഒക്കെ ഇട്ട് നമ്മൾ കൈ ഒന്ന് വഴക്കിയെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെ ഉള്ളത്. അങ്ങനെ ഞാനും അത് കുറേ ചെയ്തു, ബാക്കി കൂടുതലായിരുന്ന സ്റ്റുഡൻസും എല്ലാവരും ചെയ്തു. അപ്പോൾ ആ ഒരു സെക്ഷൻ ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നോക്കൂ, ആരാ കാത്തിരിക്കുന്നതെന്ന്. ചിക്കൻ ശരിക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വയ്യാതായിട്ടുണ്ടായിരുന്നു. ചുമയും അതുപോലെ തന്നെ സൗണ്ടിനൊക്കെ ഒരു മാറ്റമൊക്കെ വന്നു തുടങ്ങി. പിന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് നേരെ റൂമിലേക്ക് ചെന്നിട്ട് ഈ ഒരു ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഹാർട്ട് ഷേപ്പിൽ കട്ട്ലറ്റും പിന്നെ ഒരു സാൻഡ്വിച്ച്, പഴംപൊരി, ഇതൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെച്ച് ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നുള്ള ഇനി ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും രണ്ടുപേരെ ഇരുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അത് എപ്പോഴും ഉള്ളതാട്ടോ. ഇങ്ങനെ കൂടി രണ്ടുപേരും ഒരുമിച്ചിരുത്തിയായിരിക്കും ഞാൻ ഇങ്ങനെ എല്ലാം സംസാരിക്കുന്നത്. ഓരോരുത്തരായിട്ട് ചെല്ലാൻ നിന്നാൽ നമുക്ക് റിപ്പീറ്റ് പിന്നെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ അന്നുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. വൈകിട്ട് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുക, ഇങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാണ്ട് ലാസ്റ്റ് എനിക്ക് കഞ്ഞിയും അച്ചാറും പപ്പടവും ഒക്കെ മതി എന്ന് പറഞ്ഞ് ആകെ ഒട്ടും ഒരു വ്ളോഗ് എടുക്കാനുള്ള അവസ്ഥ പോലും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിടന്നുറങ്ങി. ഒരു 10-10:30 ആയപ്പോൾ എനിക്ക് ആ ഒരു ഗുളിക കഴിച്ചതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു, നല്ല വിശന്നു. 10-11 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങാൻ കിടന്ന വാപ്പയും പിടിച്ച് എണ്ണീപ്പിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിനാട്ടോ ഈ ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്തത്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് എന്തെങ്കിലും ഷവർമയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന്. പനിയുടെ ഒരു എഫക്റ്റിൽ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ടാന്ന്. പക്ഷെ രാത്രി ആയപ്പം ആ ഒരു പനിയുടെ ഇത് മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വിശപ്പായി. ഉറങ്ങാൻ പനി മാറിയപ്പോഴത്തേക്കും പനി പക്ഷെ ഉണ്ട്. വേറൊന്നുമല്ല, ആ മനുഷ്യനുണ്ടല്ലോ കഷ്ടം.
പനിയായിട്ടും പുറത്തുനിന്ന് വിശക്കുന്നതിന് എനിക്ക് ലൈറ്റായിട്ടൊന്നും അല്ല, എനിക്ക് മന്തി വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ രണ്ടുപേരും ഞെട്ടി. കാരണം എനിക്ക് ഒന്നും വേണ്ടാമെന്നും പറഞ്ഞ് കഞ്ഞിയും കുടിച്ച് പോയി കിടന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും പിന്നെ വാപ്പി ഇങ്ങനെ ഇട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പിടിച്ചെണ്ണിപ്പിച്ചുകൊണ്ട് വന്നതല്ലേ. അപ്പോൾ നമ്മളൊരു ഫുഡ് സ്പോട്ടിലെത്തി. അത് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്പോട്ടിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറയുന്നൊരു അറേബ്യൻ ഫുഡ് കിട്ടുന്ന ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അവിടെ ചെന്നിട്ടും വയ്യ, എനിക്ക് തീരെയും വയ്യ, എങ്കിലും നമ്മൾ മന്തി കഴിക്കും എന്നുള്ളൊരിതിൽ അങ്ങനെ ഇരുന്നു. പിന്നെ വന്നിരുന്ന് ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി. ഊലാല 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 ഇതപ്പോൾ എനിക്ക് വേണ്ടി മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയപ്പോഴാണല്ലോ എനിക്ക് ഈ ഒരു വിശപ്പ് വന്നത്. അപ്പോൾ ഞാൻ തന്നെ അങ്ങ് കഴിച്ച് തീർക്കാമെന്ന് കരുതി. പനി വന്നിട്ട് എനിക്കത് ബാധകമേ അല്ല. അങ്ങനെ എന്തായാലും അത്രയും മന്തിയൊക്കെ കഴിച്ച് എൻ്റെ ഫുഡ് ക്രേവിങ്സ് ഒക്കെ അടക്കി നേരെ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അപ്പോൾ ഇനി എനിക്ക് സെക്കൻഡ് ഡേ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ എയർ ബ്രഷ് മേക്കപ്പ് ക്ലാസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതെന്തായി എന്നറിയണ്ടേ. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഡേയും നമ്മൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഫേസിൽ ചെയ്ത് ഇങ്ങനെ നോക്കുന്ന കുറേ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു ദിവസവും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ ഒത്തിരി ഹാപ്പി ആയിരുന്നു. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാനത് പഠിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.